ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഡെലിവറി സ്റ്റോറിൽ നിന്ന് എൻ്റെ എപ്പിഡൂറൽ ഡെലിവറി സ്റ്റോറി ഡെലിവറി കഴിഞ്ഞത് മുംബൈ അപ്പോളോ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. ഡെലിവറി സ്റ്റോറി പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്, പക്ഷേ ഞാനത് ഷോർട്ടാക്കിയിട്ട് പറയാം. പ്രസവിക്കുന്നതിന് മുന്നേയും പ്രസവിക്കുന്ന പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ വാശി പിടിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എപ്പിഡൂറിൽ വേണം, എപ്പിഡൂറിലായിരിക്കണം. നോർമൽ ഡെലിവറി ആണെങ്കിൽ എനിക്ക് എപ്പിഡൂറിൽ വേണം, വേദന എടുത്ത് സഹിച്ച് പ്രസവിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഫ്രണ്ട്സ് പറഞ്ഞ പെയിനിൻ്റെ ഡെലിവറി പെയിനെ പറ്റിയിട്ടും യൂട്യൂബിലെല്ലാം കാണുന്ന ഡെലിവറി പെയിനെ പറ്റിയിട്ടെല്ലാം പേടിച്ച് നിൽക്കുന്ന സമയമായതുകൊണ്ട് അങ്ങനെ വേണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. അപ്പോൾ മുംബൈയിലാണ് കാണിച്ചത് കൊണ്ട് ഞാൻ ഡോക്ടർക്ക് ചോദിച്ച് കിറ്റ് എടുത്തപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത്, ഡോക്ടർ ഇവിടെ എപ്പിഡൂറിലുണ്ടോ? ഡോക്ടർ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞ്. പിന്നെ അതുപോലെ ചെറിയൊരു ബ്ലീഡിങ് ആയ സമയത്ത് നാട്ടിൽ 4 മാസം നാട്ടിലുള്ള സമയത്ത് ഞാൻ നാട്ടിൽ ചോദിച്ചപ്പോൾ നാട്ടിലില്ല എന്ന് പറഞ്ഞ്. പിന്നെയുള്ളത് ചാല മിംസ് ഹോസ്പിറ്റലിൽ മീറ്റ് മേരി പ്രസവിച്ച ആ ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ വിളിച്ച് അഥവാ നാട്ടിൽ നിന്ന് പ്രസവിക്കുന്നതാണെങ്കിൽ അവിടെ നിന്ന് പ്രസവിക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്ത റേറ്റും കാര്യങ്ങളെല്ലാം ചോദിച്ചു വെച്ച്. പക്ഷേ ഞാൻ ഇവിടുന്ന് പ്രസവിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഏട്ടൻ്റെ കൂടെ നിന്നാൽ മതി, എനിക്ക് ഏട്ടൻ വേണം, എൻ്റെ കൂടെ പ്രസവിക്കുമ്പോൾ നാട്ടിലുള്ള സമയത്താണെങ്കിൽ ഏട്ടന് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്തായാലും ഉള്ളിൽ കയറുമ്പോൾ ആയാലും സ്കാനിങ്ങിൻ്റെ സമയത്തെല്ലാം ഉള്ളിലേട്ടൻ കയറിയിട്ടുണ്ടേനും, അതുപോലെ പ്രസവിക്കുന്ന സമയത്ത് ഏട്ടൻ ഇവിടെ ഉണ്ടാവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഞാൻ ഡോക്ടർക്ക് ചോദിച്ച് ഫസ്റ്റ് പോയപ്പോൾ ഞാൻ ചോദിച്ച് ഡെലിവറി ടൈം ആകുമ്പോൾ കയറ്റും ചോദിച്ചപ്പോൾ അതെല്ലാം ഒന്നും കുഴപ്പമില്ല, അതെല്ലാം കയറ്റുന്നതാണ് ഉള്ളിൽ ഹോസ്പിറ്റലിൽ ഉള്ളിൽ അലൗഡ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ച്. പിന്നെ അങ്ങനെ നമ്മൾ പിന്നെ ഒക്ടോബറിലാണ് പ്രസവിക്കുന്നത്. ഒക്ടോബർ 24 ഞാൻ മോനെ പ്രസവിച്ചിട്ടുണ്ടായത്. നവംബർ 5 ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒക്ടോബർ മുതൽ വേദനയും കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊളുത്തി വലിക്കുന്ന വേദന വരും. അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകും. ഡ്യൂട്ടി 2 ദിവസം കുറച്ചൊന്നും കാത്തു നിന്നാലും അപ്പം തന്നെ പോകും. പിന്നെ അങ്ങനെ ഡോക്ടർ ഒന്നും ആയിട്ടില്ല, ആ വേദനയല്ല മോളെ, അത് എനിക്ക് തിരിയില്ല, ഇങ്ങനത്തെ വേദനയാണ്, നടുവേദന ഉണ്ടാവും, അത് വേദന, അങ്ങനെ കുറേ പറഞ്ഞു തന്നു. ഡോക്ടർ നല്ല ഡോക്ടറായതുകൊണ്ട് എനിക്ക് അധികം പിന്നെ നല്ല കോൺഫിഡൻസ്, ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് എല്ലാം കോൺഫിഡൻസ് എല്ലാം തന്ന് നല്ല സപ്പോർട്ടുള്ള ഒരു ഡോക്ടറേനും. പിന്നെ അങ്ങനെ വാട്ടർ ബ്രേക്കായിട്ട് അന്ന് ഡെലിവറി നടക്കുന്നത് തന്നെ. ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടേനും 24 ഏട്ടൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് ഏട്ടൻ രാത്രി വന്ന്. അപ്പോൾ 2-3 ദിവസം 22, 23 ദിവസമൊന്നും ആ ഡേറ്റിലൊന്നും എനിക്ക് ഉറക്കം ഉണ്ടായിട്ടില്ല. ഞാനിങ്ങനെ രാത്രി കിടക്കയിലിരിക്കും, പുറത്തേക്ക് നോക്കും, ഏട്ടൻ ഉറങ്ങുന്ന ഇങ്ങനെ നോക്കി നിൽക്കും. പിന്നെ കുറേ നടക്കും, ഇരിക്കും, മൂത്രയിക്കാൻ പോകും, അതുപോലെ നിലാവ് നോക്കി നിൽക്കും, ജനലിലേക്ക് നോക്കി നിൽക്കും. അങ്ങനെയല്ലേന്നും എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഏട്ടൻ 23 രാവിലെ ഡ്യൂട്ടിക്ക് പോയി 23 രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഏട്ടൻ ഉറങ്ങുന്നത് പിന്നെ പുലർച്ചെയായി. അപ്പോൾ ഏട്ടൻ ഉറങ്ങുന്നതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് മൂത്രയ്ക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടേനു. മൂത്രയ്ക്കാൻ വേണ്ടി പോയ സമയത്ത് ഇതുപോലെ വാട്ടർ ബ്രേക്ക് ആവുക ചെയ്ത്. അപ്പോൾ ഞാനതിന് മുന്നേ എല്ലാം വീഡിയോസ് എല്ലാം വാട്ടർ ബ്രേക്ക് ആയിട്ടാകുമ്പോൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് എത്തണോ, പിന്നെ എന്താണ് അതിന് ശേഷമുള്ള വാട്ടർ ബ്രേക്ക് ആയതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളാണെന്നെല്ലാം യൂട്യൂബിൽ നോക്കി മനസ്സിലാക്കി വെച്ചതുകൊണ്ട് എനിക്ക് അത്ര വലിയ പേടി ഉണ്ടായിട്ടില്ല. അപ്പോൾ അമ്മയുണ്ടേനും ഒക്ടോബർ 15 അഡ്മിറ്റ് 2 ദിവസം അഡ്മിറ്റായിട്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ഏട്ടൻ്റെ അമ്മയെല്ലാം വന്നിട്ടുണ്ടേനും. അപ്പോൾ ഏട്ടൻ്റെ അമ്മ കൂടെ ഉണ്ടേനും. പിന്നെ അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാനും പറ്റാത്തത് കൊണ്ട് ഞാനപ്പോൾ വാട്ടർ ബ്രേക്ക് ആയതിനു ശേഷം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് 24 പുലർച്ചെ 4 മണിക്ക് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തി 11 മണിക്ക് മരുന്ന് തന്ന് 11:30 മുതൽ ഇങ്ങനെ പെയിന് വന്ന് വൈകുന്നേരം 4:30 ഒക്ടോബർ 24 വൈകുന്നേരം 4:28 പ്രസവിച്ചിട്ടുള്ളത്. അതിലിടക്കെല്ലാം വേദന വന്ന് എപ്പിഡൂറിൽ വേണമെന്നെല്ലാം പറഞ്ഞ് നിലവിളിച്ച് BP എല്ലാം 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ എങ്ങാണ്ട് 4-5 സെൻറ്റിമീറ്റർ എങ്ങാനും സർവീസ് ഓപ്പൺ ആയിട്ടാകുമ്പോൾ എപ്പിഡൂറിൽ തരും. അപ്പോൾ അതുവരെ ഇങ്ങനെ വേദന സഹിച്ച് നിന്ന് പിന്നെ ടെൻഷൻ അടിച്ച് കരഞ്ഞ് നിലവിളിച്ച്. അപ്പോൾ ഏട്ടൻ ബില്ലടക്കാൻ പോയതുകൊണ്ട് ഏട്ടൻ വേണം, എൻ്റെ കൂടെ വേണം, കൈ പിടിക്കാൻ വേണം, അങ്ങനെ കുറേ എന്തെല്ലാം കളിച്ചുകൊണ്ട് ടെൻഷനിലെല്ലാം അടിച്ച് BP എല്ലാം കൊണ്ടിട്ടേനും. അങ്ങനെ ആ ബോധാവസ്ഥയിലെല്ലാം ബോധം പോകുന്ന പോലെല്ലാം ആയിട്ട് അങ്ങനെ കണ്ണെല്ലാം അടഞ്ഞ് പോകുന്ന സമയത്താണ് പിന്നെ എപ്പിഡൂറിൽ വെക്കാൻ വേണ്ടിയിട്ട് തരാൻ വേണ്ടിയിട്ട് ഡോക്ടർ അനസ്തേഷ്യ തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് വെച്ച് കഴിഞ്ഞ് പിന്നെ അതിലിടക്കെല്ലാം ഞാൻ ഈ വേദന കൊണ്ട് എന്തെല്ലോ എറിഞ്ഞ് പൊട്ടിച്ചിന്, എന്തെല്ലോ വലിച്ചെറിഞ്ഞ് കയ്യിൽ കിട്ടുന്ന എല്ലാം വലിച്ചെറിഞ്ഞ് PV നോക്കാൻ വിടുന്നില്ല. ഡോക്ടർ പറഞ്ഞ് PV നോക്കാൻ വിടുന്നില്ല, എന്നിട്ട് സമ്മതിക്കുന്നില്ല. ഒരിക്കൽ പറയാൻ മറ്റേ ഹസ്ബൻഡിനടുക്ക് അമ്മേനടുക്കെല്ലാം പറഞ്ഞ് ഞാൻ സമ്മതിക്കേ ഇല്ല, വേണ്ടെന്ന് പറഞ്ഞിട്ട് PV നോക്കാൻ അങ്ങനെ വിട്ടിട്ടില്ലേനും. എൻ്റെ ഡോക്ടർ തിരിച്ചു പോവുകയത് PV നോക്കാണ്ട്. പിന്നെ അങ്ങനെ എപ്പിഡൂറിൽ വന്ന് കഴിഞ്ഞിട്ട്
എപ്പിഡൂറിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ആ ഒരു വേദന എന്തെല്ലോ ഒരു ഇതുകൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ ഡോക്ടർ വന്ന് പി വി നോക്കാമെന്ന് വെച്ചാൽ ഡോക്ടർ വന്ന് പി വി നോക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞ് തല പുറത്തേക്ക് വന്ന് ഇപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് ടാറ്റയെല്ലാം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അതുവരെ ആടെ അലങ്കോലാക്കിയ ഞാൻ ചിരിച്ചുകൊണ്ട് ടാറ്റയെല്ലാം പറഞ്ഞിട്ട് പോകുന്ന കണ്ടിട്ട് കുറേ ഹിന്ദിക്കാരത്തി പെണ്ണുങ്ങളുണ്ടായിരുന്നു. ഹിന്ദിക്കാരത്തി അവരെല്ലാം ഹിന്ദിക്കാരെല്ലാം ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ടാറ്റയും പറഞ്ഞിട്ട് പോയി. അടുത്ത് ബെഡ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ ഏട്ടനെന്താ വരാത്തെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഡോക്ടർ പുഷ് ചെയ്യാൻ പറഞ്ഞ് നേഴ്സിനോട് അങ്ങനെ ഇങ്ങനെ വയറ്റിൽ പിടിച്ചിട്ട് ഇങ്ങനെ അമർത്തുമ്പോൾ തന്നെ കുട്ടി പുറത്തേക്ക് വന്നതിന് ഏട്ടനെന്താ വരാത്തതെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ തല നോക്കുന്ന സമയത്ത് തന്നെ കുട്ടി പുറത്തേക്ക് വന്നു. അപ്പോൾ വേറൊരു നേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കാൻ നിൽക്ക്, ഞാൻ അകത്തേക്ക് വിളിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ കുട്ടീൻ്റെ സൗണ്ട്, കുട്ടി കരയുന്നത് ഒച്ച കേട്ട് നേഴ്സ് പറഞ്ഞ് കുട്ടി കരഞ്ഞിട്ടിട്ട് പ്രസവിച്ച് കഴിഞ്ഞ് അങ്ങനെ ഏട്ടനെല്ലാം കൊടുത്ത് ഏട്ടൻ വാങ്ങി ആൺകുട്ടീനെ ഒക്ടോബർ 24-ാം തീയതി അങ്ങനെ പ്രസവിച്ചു. എന്നെപ്പോലെ പ്രസവിക്കാൻ പേടിയുള്ളവർക്കും പിന്നെ ഇതുപോലെ ഞാൻ എപ്പിഡൂറിൽ സജസ്റ്റ് ചെയ്യും. കുഴപ്പം എടുക്കുന്നത് കൊണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒന്നും സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇപ്പോൾ കുട്ടിക്ക് 3 വയസ്സാകാനായി ഇതുവരെ എനിക്കങ്ങനെ എപ്പിഡൂറിൽ എടുത്തതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഡെലിവറി പെയിനിൽ 4 സെൻറ്റിമീറ്റർ ഓപ്പൺ ആകുന്ന വേദന മാത്രമേ ഞാൻ സഹിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ അറിഞ്ഞത് കട്ട് ചെയ്തത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഡോക്ടറെ മെല്ലാണ്, ഞാൻ അറിയുന്നുണ്ട്, എനിക്ക് വേദന എടുക്കുന്നുണ്ട്, ഞാൻ കരയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ എന്താ സ്വാതി നിൻ്റെ അമ്മയും പ്രസവിച്ചല്ലേ, ആ സമയത്ത് ഇങ്ങനെ എപ്പിഡൂറിലൊന്നുമില്ലല്ലോ, നീ ഇപ്പോൾ വേദന അങ്ങനെ അറിയാണ്ടല്ലേ പ്രസവിച്ചിനെ, അതുകൊണ്ട് ഇനിയിപ്പോൾ സ്റ്റിച്ചിൻ്റെ വേദനയും കൂടി സഹിക്കുന്നില്ല പറഞ്ഞാൽ അങ്ങനെ ചെറിയ ചെറിയ സംഭാഷണങ്ങളുണ്ടായി. പിന്നെ അങ്ങനെ സമയത്തിലായി ഡോക്ടറെ ഇപ്പോൾ ഞാൻ എത്ര മണിക്കാണ് പ്രസവിച്ചത്, അങ്ങനെയെല്ലാം കുറച്ച് സംഭാഷണങ്ങൾ ഉണ്ടായതിന് ശേഷമാണ് മാറ്റിയത്. അവിടുന്ന് മാറ്റിക്കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ കിട്ടിയപ്പോൾ ബാക്കിയുള്ള ഓർഡർ കഴിച്ചതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ അപ്പം തന്നെ എനിക്ക് ഭയങ്കര വിശപ്പുള്ളതുകൊണ്ട് ഞാനത് ഞാൻ കഴിച്ചതിന് ശേഷമാണ് അമ്മയും ഏട്ടനും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ ഭക്ഷണമെല്ലാം കഴിച്ചത്. ഇനിയിപ്പോൾ അടുത്ത പ്രസവിക്കുന്ന സമയത്ത് എപ്പിഡൂറിലുണ്ടാവുമോ അല്ലെ ഇവിടുന്ന് പ്രസവിക്കുക ഞാനറിയില്ല. അടുത്ത പ്രസവത്തിന് എപ്പിഡൂറിലുണ്ടാവില്ല എന്നേട്ടൻ പറഞ്ഞ്. പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് എല്ലാ ദിവസവും രാവിലെ വിളിക്കുന്ന എൻ്റെ അമ്മയും അമ്മമ്മയൊന്നും അന്ന് 24-ാം തീയതി അന്ന് രാവിലെ വിളിച്ചിട്ടില്ല. അതിൻ്റെ തലേന്ന് വരെ രാവിലെയും വൈകിട്ടെല്ലാം വിളിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ, വേദനയൊന്നുമില്ലല്ലോ എന്നെല്ലാം വിളിച്ച് ചോദിക്കുന്ന അവർ അന്ന് രാവിലെ 24-ാം തീയതി രാവിലെ വിളിച്ചിട്ടില്ല. അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് മൂത്ത മാത്രമാണ്. അപ്പോൾ ഏട്ടൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞ് ഞാനിങ്ങനെ താഴെയുള്ള ഓള് റൂമിലുണ്ട്, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തിനേനും. അപ്പോൾ അഡ്മിറ്റായ കാര്യങ്ങളോ പിന്നെ ഹോസ്പിറ്റലിലാണെന്നുള്ള വാട്ടർ ബ്രേക്ക് ആയിട്ടുണ്ട് അതൊന്നും ആരും അറിയിച്ചിട്ടില്ല. പ്രസവിച്ചതിന് ശേഷമാണ് അറിഞ്ഞത്. നമ്മൾ പുലർച്ചെ 4 മണിക്ക് ഹോസ്പിറ്റലിലെത്തി. ഇപ്പം വൈകുന്നേരം 4:30 4:28 പ്രസവിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം അന്നേരമാണ് അവർ അറിഞ്ഞിട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. താങ്ക് യു.